friends, welcome back to once S4 KTU question paper solution program class നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് വരുന്ന 2019 സ്കീമിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് അനലോഗ് സർക്യൂട്ട്സ്. ECT 202 ആണ് അതിൻ്റെ സബ്ജക്റ്റ് കോഡ് എന്ന് പറയുന്നത്. സോ ജൂൺ 2022 ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്യുന്നത്. സോ നമ്മൾ മൊഡ്യൂൾ വൈസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നത്. സോ ഈ ഒരു സെഷനിൽ മൊഡ്യൂൾ 1 നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് പാർട്ട് എ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പാർട്ട് എ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡ്രോ ദി സർക്യൂട്ട് ഓഫ് ആൻ RC ഇൻ്റഗ്രേറ്റർ. RC ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഗീവ് ദ കണ്ടീഷൻസ് ഫോർ ആൻ RC സർക്യൂട്ട് ടു ആക്ട് ആസ് ആൻ ഇൻ്റഗ്രേറ്റർ. അതായത് ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് എ കണ്ടീഷൻ. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ടോട്ടൽ വെയിറ്റേജ് 3 മാർക്കേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ആ വെയിറ്റേജിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. സോ ഇതിൽ രണ്ടായിട്ട് നമുക്ക് സ്പ്ലിറ്റ് അപ്പ് രണ്ടായിട്ട് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, ഡ്രോ ദ സർക്യൂട്ട് ഓഫ് ആൻ RC ഇൻ്റഗ്രേറ്റർ. ഒരു RC ഇൻ്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ അല്ല, RC ഇൻ്റഗ്രേറ്റർ ആണ്. RC ഇൻ്റഗ്രേറ്റർ മീൻസ് ഇറ്റ് ഈസ് ലൈക്ക് എ ലോ പാസ് ഫിൽറ്റർ. ഒരു ലോ പാസ് ഫിൽറ്റർ പോലെ തന്നെയാണ് ലോ പാസ് ഫിൽറ്ററിൻ്റെയും RC ഇൻ്റഗ്രേറ്ററിൻ്റെയും സർക്യൂട്ട് ഡയഗ്രാം സെയിം ആണ്. സെർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് അത് RC ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് RC ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. സോ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം ആണ് നിങ്ങൾ ഫസ്റ്റ് വരയ്ക്കേണ്ടത്. RC ഇൻ്റഗ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. സോ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട്. ദെൻ റെസിസ്റ്റർ എന്ന് പറയുന്നത് സീരീസ് പാത്തിലായിരിക്കും. ദെൻ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഷണ്ട് അല്ലെങ്കിൽ പാരലൽ പാത്ത് ആയിരിക്കും. കപ്പാസിറ്റർ അക്രോസ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ആറും സിയും വരുന്നു. സോ ദിസ് ഈസ് RC സർക്യൂട്ട് ആൻഡ് ദിസ് ഈസ് RC ഇൻ്റഗ്രേറ്റർ. അപ്പോൾ ഈ ഒരു RC സർക്യൂട്ടിൻ്റെ ഡയഗ്രാം നമ്മൾ വരച്ചു, ഇൻ്റഗ്രേറ്ററിൻ്റെ ഡയഗ്രാം വരച്ചു. അപ്പോൾ ഈ ഒരു RC സർക്യൂട്ട് ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് എ കണ്ടീഷൻ, അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് എ കണ്ടീഷൻ ടു ബി സാറ്റിസ്ഫൈഡ്. സോ മെയിൻലി 2 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ആ 2 കണ്ടീഷൻസ് എഴുതുക. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദിസ് സർക്യൂട്ട്, അതായത് ഈ ഒരു സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ്. സോ വാട്ട് ഈസ് മീൻ ബൈ ടൈം കോൺസ്റ്റൻറ്റ്? R/C. റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുക, ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുക. സോ ടൈം കോൺസ്റ്റൻറ്റ് ഓഫ് ദി സർക്യൂട്ട് RC ഷുഡ് ബി ഗ്രേറ്റർ ദാൻ T ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ T എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടിൻ്റെ ടൈം പീരീഡ് ആണ്. നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ടൈം പീരീഡ്, അതിൻ്റെ ഫ്രീക്വൻസി അറിയാമെങ്കിൽ 1 ഫ്രീക്വൻസി ആണ് എന്ത്, അതിൻ്റെ ടൈം പീരീഡ്. സോ ഈ ടൈം പീരീഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ടൈം കോൺസ്റ്റൻറ്റ് ഷുഡ് ബി വെരി വെരി ഹൈ. അതാണ് ഒരു കണ്ടീഷൻ. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മുടെ RC സർക്യൂട്ട് എന്തായിട്ട് വർക്ക് ചെയ്യും, ഇൻ്റഗ്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ R-ൻ്റെയും C-യുടെയും വാല്യൂ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഇതിലുള്ള കമ്പോണൻസ് R-ൻ്റെയും C-യുടെയും വാല്യൂ ചൂസ് ചെയ്യുന്ന സമയത്ത് R should be greater than 10 times XC ആണ്. Resistance should be greater than 10 times capacitive reactance. That means R should be greater than 10 times XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/C ഒമേഗയാണ്. 1/C ഒമേഗ, ദാറ്റ് ഈസ് C into 2πf. സോ ഈ രീതിയിൽ വേണം നമ്മൾ റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഡിസൈൻ ചെയ്യാൻ. സോ R ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10 times XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഏതിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും, R-ന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. അതായത് നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി ഏതിന് അക്രോസ് വരും, നമ്മുടെ റെസിസ്റ്റൻസിന് അക്രോസ് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VR, റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ദാറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി എന്ത് തന്നെ ആയിരിക്കും, VIN ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതിന് അക്രോസ് ഔട്ട്പുട്ട് വേണ്ടത്, കപ്പാസിറ്റർ ആണ്. സോ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. സോ കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റഗ്രൽ IDT ആണ്. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. സോ ഈ ഒരു ലൂപ്പിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, VIN/R ആണ്. സോ ദിസ് ഈസ് ഇൻ്റഗ്രൽ VIN/RDT ആണ് വരുന്നത്. ഇനി കപ്പാസിറ്റർ അക്രോസ് ഉള്ള ചാർജ് കിട്ടി. സോ കപ്പാസിറ്റർ അക്രോസ് ഉള്ള വോൾട്ടേജ് C is equal to Q/V ആണ്. അപ്പോൾ V എന്താണ്, V is equal to Q/C ആണ്. Q/C. സോ ദിസ് ഡിവൈഡ് ബൈ C. അപ്പോൾ എന്ത് വരും, 1/RC ഇൻ്റഗ്രൽ VIN/DT.
1/RC ഇൻ്റഗ്രൽ V ഇൻ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V ആണ് വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ. ആ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ തന്നെയാണ് എന്ത് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദിസ് വിൽ ബി ദി ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ദ ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട്. ഇൻപുട്ടിൻ്റെ ഇൻ്റഗ്രൽ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. സോ ദിസ് ഈസ് കോൾഡ് ഇൻ്റഗ്രേറ്റർ. ഈ ഒരു കണ്ടീഷനിലാണ് ഇത് എന്താ അറിയപ്പെടുന്നത്, ഇൻ്റഗ്രേറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ മീൻസ് ഫസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, രണ്ടാമത് അതിൻ്റെ കണ്ടീഷൻ എഴുതുക, രണ്ടിനും കൂടെയാണ് 3 മാർക്ക് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, പാർട്ട് എന്നുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ സ്റ്റെബിലിറ്റി ഫാക്ടർ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ. അതായത് സ്റ്റെബിലിറ്റി ഫാക്ടർ ഡിഫൈൻ ചെയ്യാനും അതിനുള്ള മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 മാർക്കാണ്. അതിൽ ഡെഫിനിഷൻ 1 മാർക്കാണ്, ദെൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തതിന് 2 മാർക്ക്, അങ്ങനെ 1+2 ടോട്ടൽ 3 മാർക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ ഡിഫൈൻ ചെയ്യേണ്ടത് സ്റ്റെബിലിറ്റി ഫാക്ടറാണ്. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IC എന്ന് പറയുന്ന കളക്ടർ കറണ്ട്, ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അതെ, ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ VBE, ഡിപ്പെൻഡ്സ് ഓൺ ബീറ്റ, ഡിപ്പെൻഡ്സ് ഓൺ ICO, അങ്ങനെ ലീക്കേജ് കറണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ പോയിന്റിൽ ഒരു കോർഡിനേറ്റ് IC എന്ന് പറയുന്ന കളക്ടർ കറണ്ട് ആണ്. സോ അത് സ്റ്റേബിൾ ആയിരിക്കണം. അത് ക്യൂ പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. സോ ഈ ഒരു സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് denoted by the letter S and it is equal to dou IC by dou ICO ആണ്. dou IC by dou ICO. dou ICO എന്ന് പറഞ്ഞാൽ എന്താണ്, റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട്, ലീക്കേജ് കറണ്ട് ആണ് വരുന്നത്. കളക്ടർ ജംഗ്ഷനിലുള്ള റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ആണ് വരുന്നത്. സോ dou IC by dou ICO. അപ്പോൾ നമ്മൾ ഈ ഒരു പാരാമീറ്റർ വിത്ത് റെസ്പെക്ട് ടു ദിസ് പാരാമീറ്റർ ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ വി ആർ കീപ്പിംഗ് ദീസ് 2 പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ബാക്കി 2 എന്ത് എടുക്കാം, കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കാം. സോ VBE ബീറ്റ നമ്മൾ എന്ത് ചെയ്യും, കീപ്പിംഗ് കോൺസ്റ്റൻറ്റ്. ഇതാണ് ശരിക്കും സ്റ്റെബിലിറ്റി ഫാക്ടറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസറായി ഡിഫൈൻ സ്റ്റെബിലിറ്റി ഫാക്ടർ. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ ഈസ് ഡിനോട്ടഡ് ബൈ S and it is equal to dou IC by dou ICO keeping VBE and beta constant. VBEയും ബീറ്റയും നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഈ ഒരു ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പാരാമീറ്ററാണ് സ്റ്റെബിലിറ്റി ഫാക്ടർ S. രണ്ടാമത്തത് ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ സ്റ്റെബിലിറ്റി ഫാക്ടർ. അപ്പോൾ അടുത്തത് നമുക്ക് എക്സ്പ്രഷനാണ് ഡിറൈവ് ചെയ്യേണ്ടത്. സോ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ICയുടെ എക്സ്പ്രഷൻ ഉണ്ട്. സോ IC ഈസ് ഈക്വൽ ടു ബീറ്റ IB പ്ലസ് IC ഈസ് ബീറ്റ IB പ്ലസ് 1 + ബീറ്റ ഇൻറ്റു ICO. 1 + ബീറ്റ ഇൻറ്റു ICO. ഓക്കെ, 1 + ബീറ്റ ഇൻറ്റു ICO or ICBO. സോ ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ ഐ ആം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ് വിത്ത് റെസ്പെക്ട് ടു IC. സോ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു IC. ഞാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു IC ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. സോ LHSൽ എന്ത് വരും, 1 വരും. സോ 1 is equal to ബീറ്റ ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു IC ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ബീറ്റ ഇൻറ്റു DIB by DIC പ്ലസ് 1 + ബീറ്റ ഇൻറ്റു DICO ഡിവൈഡഡ് ബൈ DICO ഡിവൈഡഡ് ബൈ DIC. അപ്പോൾ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സോ എന്ത് വരും, 1 - ബീറ്റ ഇൻറ്റു DIB by DIC is equal to 1 + ബീറ്റ ഇൻറ്റു DICO by DIC. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, DICO by DIC എന്ത് കിട്ടും, ഇതിൽ നിന്ന് DICO by DIC. സോ ഫ്രം ദിസ് DICO by DIC എന്ത് കിട്ടും, ഇതിനെ ഇങ്ങോട്ട് എടുത്താൽ മതി. എന്ത് വരും,
1 minus beta into dIB by DIC divided by 1 plus beta. സോ എനിക്ക് വേണ്ടത് സ്റ്റെബിലിറ്റി ഫാക്ടർ ആണ്. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ എന്തായിരുന്നു? DIC അല്ലെങ്കിൽ ഡോ IC ബൈ ഡോ ICO ആണ്. അപ്പോൾ ഇതിൻ്റെ എന്തെടുത്താൽ മതി? റെസിപ്രോക്കൽ എടുത്താൽ എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി ഫാക്ടർ കിട്ടും. സോ സ്റ്റെബിലിറ്റി ഫാക്ടർ എസ് ഇസ് ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ എന്ത് വരും? 1 plus beta divided by 1 minus beta into DIB by DIC. അപ്പോൾ ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. ഇത് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് ഈ ഒരു ഡെറിവേഷന് കിട്ടും. അപ്പോൾ ഡെഫിനിഷൻ 1 മാർക്ക്, ഈ ഒരു എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തതിന് 2 മാർക്ക്. സോ ടോട്ടലി നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാം? 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ട് എ എന്നുള്ള 2 ക്വസ്റ്റ്യൻസ്. 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് ബി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് ബിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. 14 മാർക്കാണ് പാർട്ട് ബിയിൽ നിന്ന്, ഒരു മൊഡ്യൂളിൽ നിന്ന് 14 മാർക്ക്. സോ പാർട്ട് എ നിന്ന് 6 മാർക്ക്, പാർട്ട് ബിയിൽ നിന്ന് 14, അങ്ങനെ 20 മാർക്കാണ് ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിൽ നോക്കാം. സോ പാർട്ട് ബിയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. നമ്മൾ 2 ക്വസ്റ്റ്യൻ നോക്കാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ എ ബി എന്ന് പറഞ്ഞ 2 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. എ ക്വസ്റ്റ്യൻ 8 മാർക്കിനും ബി ക്വസ്റ്റ്യൻ 6 മാർക്കിനും. അപ്പോൾ 8 6 എത്രയായി? 14ആയി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ആൻ ഇൻപുട്ട് വേവ്. നിങ്ങൾക്കൊരു ഇൻപുട്ട് വേവ് തന്നിട്ടുണ്ട്. എന്താണ് ഇൻപുട്ട് വേവ്? Vin is equal to 10 sin omega t. Vin is equal to 10 sin omega t എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വേവ് തന്നിട്ടുണ്ട്. സെറ്റപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ എ ക്ലാമ്പർ. സെറ്റപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ, നിങ്ങൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണം. സെറ്റപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ എ ക്ലാമ്പർ. എന്ത് സർക്യൂട്ടാണ്? ക്ലാമ്പർ ആണ്. സോ ക്ലാമ്പർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സെറ്റപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ എ ക്ലാമ്പർ ദാറ്റ് ക്ലാംപ്സ് ദ വേവ് ടു. എത്രയിലേക്കാണ് ക്ലാമ്പ് ചെയ്യുന്നത്? 22.3. സോ പോസിറ്റീവ് ലെവലിലേക്കാണ് ക്ലാമ്പിങ് ആക്ഷൻ, ഷിഫ്റ്റിംഗ് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ക്ലാമ്പർ ആണ്. അറ്റ് ദ പോസിറ്റീവ് പീക്ക് 22.3 അറ്റ് ദി പോസിറ്റീവ് പീക്ക്. അസ്യൂമിങ് എ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് 0.7. ഡയോഡ് ഐഡിയൽ ഡയോഡ് അല്ല, പ്രാക്ടിക്കൽ ഡയോഡാണ്. 0.7 വോൾട്ടേജ് ഡ്രോപ്പ് ഉള്ള ഒരു ഡയോഡാണ് അക്രോസ് ദി ഡയോഡ്. ഡ്രോ ദി ഔട്ട്പുട്ട് വേവ് ഫോം ആൻഡ് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആൾസോ. നമ്മളോട് ആ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ കൂടെയുള്ള ബി ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ നോക്കും. സോ ഫസ്റ്റ് നമുക്ക് ഇതിൽ എ ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇൻപുട്ട് 10 sin omega t ആണ്, പോസിറ്റീവ് ക്ലാമ്പർ ആണ്. ഓക്കെ, സോ ഇതാണ് ശരിക്കൊരു അൺബയാസ്ഡ് പോസിറ്റീവ് ക്ലാമ്പർ. ബയാസിങ് ഒന്നും കൊടുക്കാതെ, നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഒന്നും കൊടുക്കാതെ. സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഉണ്ട്, നമ്മുടെ ബയാസിങ് ഫിക്സഡ് DC കൊടുക്കാത്ത കേസിലുള്ള ക്ലാമ്പർ സർക്യൂട്ടാണ്, പോസിറ്റീവ് ക്ലാമ്പർ ആണ് വരുന്നത്. അപ്പോൾ ക്ലാമ്പറിൽ ഡയോഡും കപ്പാസിറ്ററുമാണ് ഉള്ളത്. സോ പോസിറ്റീവ് ക്ലാമ്പർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്താണ്? പോസിറ്റീവ് പീക്ക് VM ആണ്, നെഗറ്റീവ് പീക്ക് -VM ആണ്, റഫറൻസ് ലെവൽ എന്താണ്? 0 ആണ്. ഇത് ഈ പോസിറ്റീവ് ക്ലാമ്പറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, അപ്വേർഡ്, മുകളിലേക്ക്. ഒരു DC റഫറൻസ് നമ്മൾ AC-യിലേക്ക് ആഡ് ചെയ്ത് 0 റഫറൻസിനെ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവ് സൈഡിൽ ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേവിൻ്റെ റഫറൻസ് 0 ആയിരുന്നു. ഇവിടെ ഇതിൻ്റെ റഫറൻസ് എത്രയാണ്? ഇറ്റ് ഈസ് VM. സോ VM എന്ന് സ്റ്റാർട്ട് ചെയ്യും. പോസിറ്റീവ് പീക്ക് എത്രയാണ്? 2VM. നെഗറ്റീവ് പീക്ക് എത്രയാണ്? 0. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് വി ക്യാൻ കോൾ ദിസ് ക്ലാമ്പർ ആസ് പോസിറ്റീവ് ക്ലാമ്പർ. നമുക്കിതിനെ എന്ത് വിളിക്കാം? പോസിറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കാം. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ തന്നെയാണ് ക്വസ്റ്റ്യൻ, പക്ഷേ ബയാസ്ഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഇൻപുട്ട് എത്രയാണ്? 10 sin omega t ആണ്. അപ്പോൾ 10 sin omega t ആണ് നമുക്ക് ഇൻപുട്ട് തന്നേക്കുന്നത്. അപ്പോൾ 10 ആണ് ഇതിൻ്റെ VM വാല്യൂ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിലായിരുന്നു എങ്കിൽ നമുക്കിവിടെ എത്ര കിട്ടും? ഇവിടെ 0 കിട്ടും, ഇവിടെ 10 കിട്ടും, ഇവിടെ 20 ആണ് കിട്ടും. പക്ഷെ നമുക്ക് എത്ര വേണ്ട പോസിറ്റീവ് പീക്കിൽ? 22.3. അപ്പോൾ ബയാസ്ഡ് ക്ലാമ്പർ ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? ബയാസ്ഡ് ക്ലാമ്പർ. സോ നമുക്ക് വേണ്ടത് ഈ സർക്യൂട്ടിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തിട്ട് എന്താക്കും? ബയാസ്ഡ് ക്ലാമ്പർ ആക്കി മാറ്റും.
അപ്പോൾ നമുക്ക് വേണ്ട സർക്യൂട്ട് ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. സോ ബയാസ്ഡ് ക്ലാമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോൾട്ടേജ് സോഴ്സും കൂടെ കൊടുക്കും. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് എത്രയാണ്? 10 സൈൻ ഒമേഗ ടി. സോ 10 സൈൻ ഒമേഗ ടി ആണ് ഇൻപുട്ട്. ദെൻ ദർ ഇസ് എ കപ്പാസിറ്റർ. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ദെൻ പോസിറ്റീവ് ക്ലാമ്പർ ആണ്. സോ നമ്മൾ ഡയോഡ് കണക്ട് ചെയ്തു. ഡയോഡിൻ്റെ കൂടെ ഞാനൊരു വോൾട്ടേജ് സോഴ്സും കൂടെ കണക്ട് ചെയ്യാണ്. ഡയോഡിൻ്റെ കൂടെ ഞാനൊരു വോൾട്ടേജ് സോഴ്സും കൂടെ കണക്ട് ചെയ്യാണ്. ഓക്കെ, സോ ഈ വോൾട്ടേജ് ഞാനിവിടെ ഒരു 3 വോൾട്ടാണ് വോൾട്ടേജ് സോഴ്സായിട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇവിടെയാണ് ഔട്ട്പുട്ട് എടുക്കാൻ പോകുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച രീതിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. സോ ഇതിൽ ആദ്യം ഞാൻ കപ്പാസിറ്റർ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഈ ഡയോഡ് ഓൺ ആവുന്ന കണ്ടീഷനിൽ, ഈ ഡയോഡ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരണം. ഇൻപുട്ടിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് ഓൺ ആവും. സോ കറണ്ട് ഫ്ലോ വിൽ ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ കപ്പാസിറ്റർ വിൽ ചാർജ് ലൈക്ക് ദിസ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യും ഈ ഒരു ഡയറക്ഷനിൽ. കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. സോ കപ്പാസിറ്റർ അക്രോസുള്ള വോൾട്ടേജിനെ ഞാൻ VC എന്ന് മാർക്ക് ചെയ്തു. ഇനി ഞാൻ ഈ ഒരു ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യണം. ഈ ലൂപ്പിൽ ഞാൻ എന്ത് ചെയ്യുക? KVL അപ്ലൈ ചെയ്യാണ്. സോ മൈനസ് പ്ലസ്. സോ എന്ത് വരും? മൈനസ് Vin മൈനസ് VC പ്ലസ് മൈനസ്, അതായത് +3 വോൾട്ട്. +3 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇന്ന് എനിക്ക് എന്ത് കിട്ടും? VC ആണ് എനിക്ക് വേണ്ടത്. സോ VC ഈസ് ഈക്വൽ ടു മൈനസ് Vin +3. അപ്പോൾ ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലാണ് ഈ ഡയോഡ് ഓൺ ആവുന്നത്. സോ നെഗറ്റീവിൻ്റെ പീക്കിലേക്കാണ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പീക്ക് എന്ന് പറഞ്ഞാൽ -10 ആണ്. സോ VC ഈസ് ഈക്വൽ ടു മൈനസ് Vin. സോ -10 +3. VC എത്ര കിട്ടും? 13 വോൾട്ടാണ് VC കിട്ടുക. 13 വോൾട്ടാണ് VC കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. സോ ഈ ഒരു ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആവുന്ന കണ്ടീഷനിൽ, ഇവിടെ നമ്മുടെ കപ്പാസിറ്റർ ഉണ്ട്. ഈ ഡയോഡ് നമ്മൾ ഓപ്പൺ ആക്കി എടുത്തു. ഓക്കെ, സോ ഇഫ് ദിസ് ഡയോഡ് ഈസ് ഓപ്പൺ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എഗെയിൻ KVL കൊടുക്കുക. അതോ ഇതാണ് ഇൻപുട്ട്. സോ മൈനസ് പ്ലസ്. സോ മൈനസ് Vin പ്ലസ് VC പ്ലസ് ഈ എൻ്റയർ വോൾട്ടേജ് എന്താണ്? ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. പ്ലസ് Vout ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? Vout ആണ് വേണ്ടത്. സോ Vout ഇസ് ഈക്വൽ ടു Vin പ്ലസ് VC എന്ന് കിട്ടും. സോ Vin പ്ലസ് VC എത്രയാണ്? 13 ആണ്. ഓക്കെ, ഇനി ഇവിടെ KVL അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡയോഡ് നമ്മൾ ഫോർവേഡ് ബയസിൻ്റെ കേസിൽ, ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കപ്പാസിറ്റർ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു 0.7 വോൾട്ടേജ് ഏതിന് അക്രോസ് ഡ്രോപ്പ് ആവുന്നുണ്ട്? 0.7 വോൾട്ടേജ് ഏതിന് അക്രോസ് ഡ്രോപ്പ് ആവുന്നുണ്ട്? നമ്മുടെ ഡയോഡിന് അക്രോസ് ഡ്രോപ്പ് ആവുന്നുണ്ട്. ഇതിലൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 0.7 വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ഡയോഡ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് നമ്മൾ VC 13 കിട്ടിയത്. ഓക്കെ, സോ ശരിക്ക് ഫോർവേഡ് ബയസ് ആകുമ്പോൾ ഇതിന് അക്രോസ് ഒരു ഡ്രോപ്പ് വരുന്നുണ്ട്. സോ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെ 0.7 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തും കൂടെ വരും? ഒരു -0.7 കൂടെ വരും. -0.7 ഈക്വൽ ടു 0 വരും. ഓക്കെ, സോ -0.7 ഈക്വൽ ടു 0 വരും. സോ ഈ ഒരു എക്സ്പ്രഷനിൽ ദിസ് വിൽ ബിക്കം 13 0.7 കുറച്ച് കഴിഞ്ഞാൽ 12.7 വരും. 12.3 വരും. 12.3 ആണ് വരിക. സോ ഇവിടെ 12.3 ആണ് വരിക. ഓക്കെ, സോ Vout ഇസ് ഈക്വൽ ടു Vin പ്ലസ് 12.3. ഐഡിയൽ കേസിലാണ് 13 വരിക. ഐഡിയൽ അല്ല, പ്രാക്ടിക്കൽ കേസാണ്. 0.7 ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് അതും കൂടെ കൺസിഡർ ചെയ്യണം. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ അത് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. സോ 12.3 വരും. ഓക്കെ, സോ നമ്മൾ വേവ് ഫോം കംപ്ലീറ്റ് ആയിട്ട് 12.3 ആഡ് ആയിപ്പോയി. അപ്പോൾ ഇൻപുട്ട് 0 ആവുന്ന സമയത്ത്, അതായത് ഇൻപുട്ടിൻ്റെ നമുക്കിവിടെ 10 സൈൻ ഒമേഗ ടി ആണ്. സോ ഇവിടെ 10, ഇവിടെ -10, ഇവിടെ 0 ആണ്. അപ്പോൾ ഇൻപുട്ട് 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എത്രയാവും? 12.3 ആവും. അപ്പോൾ ഇൻപുട്ട് 0 ആവുമ്പോൾ ഔട്ട്പുട്ട് 12.3. ഇനി ഇൻപുട്ട് ആവുമ്പോൾ ഔട്ട്പുട്ട് ഇതിൻ്റെ കൂടെ 10 കൂട്ടുക, 22.3.
ഇനി ഇൻപുട്ട് -10 ആവുമ്പോൾ ഇതിന്ന് 10 കുറയ്ക്കുക. അപ്പോൾ എത്ര വരും? 2.3. അപ്പോൾ 2.3 മിനിമം ആയിരിക്കും, മാക്സിമം 22.3 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ 12.3 റെഫറൻസ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ വേവ് ഫോം എങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ വേവ് ഫോം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. സോ വേവ് ഫോം എങ്ങനെ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വേവ് ഫോമിനെ നമ്മൾ ഒന്നും കൂടെ മോഡിഫൈ ചെയ്യുകയാണ്. ഇത് അൺബയാസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ബയാസ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വേവ് ഫോം വരിക ഇങ്ങനെയാണ്. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട്. വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് റഫറൻസ് എടുക്കുക. 12.3 നിന്നാണ് വേവ് സ്റ്റാർട്ട് ചെയ്യുക. സോ 12.3 നിന്ന് വേവ് സ്റ്റാർട്ട് ചെയ്യുന്നു. സോ പോസിറ്റീവ് പീക്ക് 22.3 ആൻഡ് നെഗറ്റീവ് പീക്ക് 2.3. ഈ ഒരു രീതിയിലായിരിക്കും വേവ് പോവുക. ഓക്കെ. സോ പോസിറ്റീവ് പീക്ക് ഈ ഒരു ലെവൽ എത്രയാണ്? 22.3 ആൻഡ് നെഗറ്റീവ് പീക്ക് ഈ ഒരു ലെവൽ എത്രയാണ്? 2.3. ഓക്കെ. സോ 2.3 മിനിമം, മാക്സിമം 22.3, ദെൻ 12.3. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. ഓക്കെ. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോമായി നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇപ്പോൾ സർക്യൂട്ട് നമ്മൾ വരച്ചു, അതിൽ ബയാസ്ഡ് ക്ലാമ്പറാന്ന് മനസ്സിലായി, നമ്മൾ ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചു. ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരിയും കൂടെ വരയ്ക്കാനുണ്ട്. സോ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ ഇൻപുട്ട്, വൈ ആക്സിസിൽ ഔട്ട്പുട്ട്. സോ വൈ ആക്സിസിൽ ഔട്ട്പുട്ട്, എക്സ് ആക്സിസിൽ ഇൻപുട്ട്. ഓക്കെ. സോ ഇൻപുട്ട് -10 ടു +10 വരെയാണ്. -10 ടു +10 ആണ്. ഓക്കെ. സോ ഇൻപുട്ട് -10 വരുമ്പോൾ ഔട്ട്പുട്ട് എത്രയാണ്? 2.3 ആണ്. സോ ഔട്ട്പുട്ട് ഒരു 2.3, ഈ ഒരു പോയിന്റ് 2.3. ഇനി ഇൻപുട്ട് 0 വരുമ്പോൾ ഔട്ട്പുട്ട് 12.3 ആണ്. ഔട്ട്പുട്ട് 12.3. ദെൻ ഇൻപുട്ട് +10 വരുമ്പോൾ ഔട്ട്പുട്ട് 22.3 ആണ്. ഇൻപുട്ട് +10 വരുമ്പോൾ ഔട്ട്പുട്ട് 22.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഓക്കെ. സോ വി ആർ ഗെറ്റിംഗ് എ ലൈൻ ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് എ ട്രാൻസ്ഫർ ക്യാര. ഇത് 2.3, ഇത് 12.3, ഇത് 22.3. ഓക്കെ. സോ 2.3 -10 ഇൻപുട്ട് വരുമ്പോൾ ഔട്ട്പുട്ട് 2.3 ഇൻപുട്ട് 0 ലെവൽ വരുമ്പോൾ 12.3 ആയിരിക്കും, +10 വരുമ്പോൾ 22.3. സോ ഇതാണ് ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാര. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇൻപുട്ട് വേവ് ഫോം തന്നിട്ടുണ്ട്, ക്ലാമ്പർ സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യാൻ പറഞ്ഞു, നമ്മളത് സെറ്റപ്പ് ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചു, അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരച്ചു. ടോട്ടൽ എത്ര മാർക്കാണ്? 8 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡിസൈൻ എ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട്. ഡിസൈൻ എ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട്. ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ സച്ച് ദാറ്റ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് VCE ഈക്വൽ ടു 8. VCE എത്രയാണ്? 8 ആണ്. IC ഈസ് 2 മില്ലി ആംപിയർ. IC എന്താണ്? 2 മില്ലി ആംപിയർ ആണ്. ഗിവൺ എ ഫിക്സ്ഡ് 15 വോൾട്ട് DC സപ്ലൈ ആൻഡ് എ സിലിക്കൺ ട്രാൻസിസ്റ്റർ വിത്ത് ബീറ്റ. ബീറ്റയുടെ വാല്യൂ 100 ആണ്. Take base emitter voltage VBE equal to 0.6 and neglect RE. നെഗ്ലക്റ്റ് RE. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഈ ഒരു ഡയഗ്രാമാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ. സോ ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ട്. ഫിക്സ്ഡ് ബയാസ് സർക്യൂട്ടിൻ്റെ ഡയഗ്രാമാണ്. സോ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ. RC എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട്, RB ഉണ്ട്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് ആൻഡ് ദിസ് വോൾട്ടേജ് ഈസ് VBE. എമിറ്റർ റെസിസ്റ്റർ നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എമിറ്റർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെയൊക്കെ വാല്യൂ ആണ്? RC കണ്ടുപിടിക്കണം, RB. ഇതാണ് ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിലുള്ള റെസിസ്റ്ററിൻ്റെ വാല്യൂസൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ. സോ നമുക്ക് ഓരോ പാരാമീറ്ററായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCC മൈനസ് IC RC ആണ്. ആൻഡ് VCE ഈസ് VC മൈനസ് VE. VE 0 ആണ്. VB എന്ന് പറഞ്ഞാൽ VBE ആണ്. ഈ വോൾട്ടേജ് VB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? VBE ആണ്. ആൻഡ് IB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു കറണ്ടാണ് IB. സോ ദിസ് ഈസ് VCC
minus VBE by RB ആണ്. ആൻഡ് IC is beta IB ആൻഡ് IE എന്ന് പറഞ്ഞാൽ IC plus IB ആണ്. ഓക്കെ, സോ നമുക്ക് തന്ന പാരാമീറ്റർ ആദ്യം നോട്ട് ചെയ്യാം. തന്ന പാരാമീറ്റർ നോക്കാം. VCE 8 ആണ്, IC 2 ആണ്, VCE 8 ആണ്. സോ VCE is 8 and IC is 2 milliampere. IC is 2 milliampere. 15 വോൾട്ട് പവർ സപ്ലൈ ആണ്. ബീറ്റ 100 ആണ്, VBE 0.6 ആണ്. ബീറ്റ 100, ബീറ്റ ഇറ്റ് ഈസ് 100, VBE 0.6 ആണ്. ഇത്രയാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളോട് ഈ ഒരു സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ IC ഉണ്ട്, ബീറ്റ ഉണ്ട്. സോ നമുക്ക് RB കണ്ടുപിടിക്കണം, RC കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ IB കണ്ടുപിടിക്കുകയാണ്. IB ഈസ് IC by ബീറ്റ. IB ഈസ് IC by ബീറ്റ. അപ്പോൾ IC ഉണ്ട്, BT ഉണ്ട്. അപ്പോൾ എന്ത് വരും? IC ഈസ് 2 milliampere. സോ 2 into 10⁻³ by ബീറ്റ. ബീറ്റ 100 ആണ്. സോ 2 into 10⁻5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മൈക്രോ ആംബിയർ. 20 മൈക്രോ ആംബിയർ ആണ് IBയുടെ വാല്യൂ. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് IBയുടെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഫിക്സഡ് ബയാസ് സർക്യൂട്ടിൽ IBയുടെ എക്സ്പ്രഷൻ ഇതാണ്. സോ നമുക്ക് ഇതിന്ന് RB കണ്ടുപിടിച്ചൂടെ? അപ്പോൾ IB നമ്മുടെ കയ്യിലുണ്ട്. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ വാട്ട് ഈസ് RB? RB എന്താ വരിക? സോ RB ഈസ് ഈക്വൽ ടു VCC minus VBE by IB. അപ്പോൾ എന്ത് വരും? VCC എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VCC 15 വോൾട്ടാണ്. സോ 15 മൈനസ് VBE 0.6 ബൈ IB ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. എന്താണ്? 20 into 10⁻6 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് RB എത്ര കിട്ടും? 720 കിലോ ഓം ആണ് കിട്ടുക. 720 കിലോ ഓം ആണ് ആൻസർ കിട്ടുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ്. ഞാൻ വാല്യൂ ഇവിടെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ RB നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? RC എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ദിസ് RC. സോ വാട്ട് ഈസ് RC? RC ഈസ് ഇവിടുന്ന് കണ്ടുപിടിക്കാം. VCC minus VC by VCC minus VC. VC എന്ന് പറഞ്ഞാൽ VCE. സോ VCC minus VCE by IC ആണ്. ബൈ IC. അപ്പോൾ VCC എത്രയാണ്? 15. സോ ദിസ് ഈസ് 15 മൈനസ് VCE 8. 15 മൈനസ് 8 ബൈ IC 2 milliampere. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് RCയുടെ വാല്യൂ കിട്ടുക 3.5K ആണ് കിട്ടുക. സോ വിൽ ഗെറ്റ് വാല്യൂ ഓഫ് RC ആസ് 3.5 കിലോ ഓം. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൽ RC കണ്ടുപിടിച്ചു, RB കണ്ടുപിടിച്ചു. ഇത്രയാണ് ഡിസൈൻ എന്ന് പറഞ്ഞ് വരുന്നത്. അതാ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് റെസിസ്റ്ററിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, സോ ഇത്രയാണ് പാർട്ട് ബിയിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി ഇതിൻ്റെ ഓറായിട്ട് ചോദിച്ചിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി പാർട്ട് ബി എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോ ഇതും 8ഉം 6ഉം 2 ക്വസ്റ്റ്യൻ ആയിട്ടാണ്. എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് നെസസറി ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ എനി 2 ബയാസിംഗ് മെത്തേഡ്. BJTയുടെ ഏതെങ്കിലും 2 ബയാസിംഗ് മെത്തേഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ എനി 2 ബയാസിംഗ് മെത്തേഡ്സ് ഓഫ് BJT. സോ BJTയിൽ ഒരുപാട് ബയാസിംഗ് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ബയാസിംഗ് മെത്തേഡ്സ്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫോർമുലാസുമാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫിക്സഡ് ബയാസും അതുപോലെ തന്നെ കളക്ടർ ടു ബേസ് ബയാസും ആണ് എടുത്തിരിക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, വോൾട്ടേജ് ഡിവൈഡർ ബയാസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ ഫിക്സഡ് ബയാസ് ആകുമ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വരയ്ക്കുക. സോ ഇതാണ്
ഫിക്സഡ് ബയാസിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ആയിട്ട് നിങ്ങൾ വരയ്ക്കേണ്ടത്. സോ നമ്മൾ ആൾറെഡി പഠിച്ചതാണ്. സോ ഫിക്സഡ് ബയാസിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇതാണ്. സർക്യൂട്ട് ഡയഗ്രം ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റർ ഉണ്ട് ഫ്രം വോൾട്ടേജ് സോഴ്സ് വി സി സി ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ ബേസ്. ഇവിടെ കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററാണ് ആർ ബി ആൻഡ് ദിസ് ഈസ് ആർ സി. ഓക്കെ, സോ ഈ ഒരു ഡയഗ്രാം വരയ്ക്കുക. ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് കാര്യങ്ങളാണ് ഇവിടെ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഫോർമുലാസുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ഫോർമുലാസ് എഴുതാൻ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഫോർമുലാസും അതൊന്ന് മേക്ക് ചെയ്യാൻ പറ്റും. സോ വി സി ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. വി സി ഈസ് വി സി മൈനസ് വി ഇ ആണ്. വി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്, ഗ്രൗണ്ട് ചെയ്തേക്കാണ് വി ഇ. ദെൻ വി ബി എന്ന് പറഞ്ഞാൽ വി ബി ഇ ആണ്. ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി സി സി മൈനസ് വി ബി ബൈ ആർ ബി ആണ്. ആൻഡ് ഐ സി ഈസ് ബീറ്റ ഐ ബി ആൻഡ് ഐ ഈസ് ഐ ബി പ്ലസ് ഐ സി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിക്സഡ് ബയാസ്. സോ ഫിക്സഡ് ബയാസിൽ ഈ ഫോർമുലാസ്, ഈ ഡയഗ്രാം കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും എഴുതേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബയാസ് എന്ന് പറഞ്ഞാൽ കളക്ടർ ടു ബേസ് ബയാസ് ആണ്. അതായത് കളക്ടറിൽ നിന്ന്, നേരത്തെ പവർ സപ്ലൈ നിന്നാണ് കണക്ട് ചെയ്തിരുന്നത്, ഇവിടെ കളക്ടറിൽ നിന്ന് ബേസിലേക്ക് ഒരു ഫീഡ്ബാക്ക് പോലെ ഒരു ആർ ബി എന്ന് പറയുന്ന റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെയുള്ള കറണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഐ ബി എന്ന് പറയുന്ന കറണ്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് കളക്ടർ ടു ബേസ് ബയാസ്. സോ ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമുല കിട്ടുന്നതാണ് ഇവിടെ ബോക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഈ ഡയഗ്രത്തിൻ്റെ കൂടെ എഴുതുക. ഓക്കെ, സോ വാട്ട് ഈസ് വി സി? വി സി ഈസ് വി സി സി മൈനസ് ആർ സി ഇൻറ്റു ഐ സി പ്ലസ് ഐ ബി. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ സി പ്ലസ് ഐ ബി ആണ്. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ സി, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ സി, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ബി, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഐ ബി. സോ ഐ സി പ്ലസ് ഐ ബി ആണ് വരുന്നത്. സോ വി സി ഈസ് ഈക്വൽ ടു വി സി സി മൈനസ് ആർ സി ഇൻറ്റു വി സി സി ഈക്വൽ ടു വി സി സി മൈനസ് ആർ സി ഇൻറ്റു ഐ സി പ്ലസ് ഐ ബി. ആൻഡ് വി ഇ, വിയുടെ വാല്യൂ എന്താണ്? വിയുടെ വാല്യൂ 0 ആണ്. വി ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് ആണ്. ദെൻ വി ബി എന്ന് പറഞ്ഞാൽ വി ബി ഇ ആണ്. ഐ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? വി സി മൈനസ് വി ബി ബൈ ആർ ബി, വി സി മൈനസ് വി ബി ബൈ ആർ ബി. ആൻഡ് ഐ സി ഈസ് ബീറ്റ ഐ ബി ആൻഡ് ഐ ഇ, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബി പ്ലസ് ഐ സി. ഓക്കെ, അപ്പോൾ ഈ ഫോർമുലയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ രണ്ട് ബയാസിങ് മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ബയാസിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. വോൾട്ടേജ് ഡിവൈഡർ ബയാസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എനി 2 ബയാസിങ് മെത്തേഡ്സ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഇനി നമുക്കതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ എ സ്ലൈസർ സർക്യൂട്ട്. സ്ലൈസർ സർക്യൂട്ടാണ് ദാറ്റ് ക്ലിപ്സ് ആൻഡ് ഇൻപുട്ട് സൈൻ വേവ് അറ്റ് +2 ആൻഡ് +4 വോൾട്ട്. ഡ്രോ ദി ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. 6 മാർക്കാണ് ഇതിന് വരുന്നത്. സോ സ്ലൈസർ ആണ്. സോ സ്ലൈസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലിപ്പർ, ഒരു ക്ലിപ്പറാണ്. 2 ലെവലിൽ വെച്ച് ക്ലിപ്പിംഗ് നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സ്ലൈസർ എന്ന് പറയാം. സോ ക്ലിപ്പ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്? +2 +4 വോൾട്ട് ലെവലിലാണ് ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. +2 +4 വോൾട്ട് ലെവലിലാണ് ക്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാനും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, സോ പോസിറ്റീവ് സൈഡിലാണ് ക്ലിപ്പിംഗ്, +2 +4 ആണ്. അപ്പോൾ ഞാനൊരു ഇൻപുട്ട് വേവ് ഫോം അസ്യൂം ചെയ്യാണ്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് വേവ് ഫോം. സോ ഇൻപുട്ട് ഞാനൊരു 5 വോൾട്ട് പീക്ക് എടുക്കുകയാണ്. സോ ഇതാണ് എൻ്റെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് വി ഇൻ. പോസിറ്റീവ് പീക്ക് എത്രയാണ്? 5 ആണ്. ആൻഡ് മിനിമം 0 ആണ്. നെഗറ്റീവ് പീക്ക് -5. ഇതാണ് ഇൻപുട്ട്. അപ്പോൾ ഇതിനെയാണ് ഞാൻ ഒരു സ്ലൈസറിലേക്ക് കൊടുക്കുന്നത്. സ്ലൈസറിൽ +2 +4 വോൾട്ടിൽ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്യാണ്. സോ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഞാൻ ആദ്യം വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ ഇൻപുട്ട്. ദെൻ റെസിസ്റ്റർ, ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് 6. ദെൻ ഡയോഡ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ്. ദെൻ ഷണ്ടായിട്ട് അനദർ ഡയോഡ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ്. ഇതിനക്രോസ് നമ്മൾ എന്തെടുക്കുകയാണ്? ഔട്ട്പുട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 ഡയോഡ് ഉണ്ട്. ദിസ് ഈസ് D1 ആൻഡ് ദിസ് ഈസ് D2. നമുക്ക് +2 ആൻഡ് എത്ര വോൾട്ടിലാണ്? +2 ആൻഡ് +4 വോൾട്ടാണ്. അപ്പോൾ എത്ര ലെവലിൽ വെച്ചിട്ടാണോ നിങ്ങൾക്ക് ക്ലിപ്പിംഗ് ആക്ഷൻ നടക്കേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ വോൾട്ടേജ് സോഴ്സ് ചൂസ് ചെയ്യുക. സോ ദിസ് ഈസ് 2 വോൾട്ട് ആൻഡ് ദിസ് ഈസ് 4 വോൾട്ട്. ആ രീതിയിൽ നിങ്ങൾ 2 വോൾട്ടേജ് സോഴ്സ് വയ്ക്കുക.
അപ്പോൾ പോസിറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഡയോഡ് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. നമ്മളിതൊക്കെ പഠിച്ചാണ്, ബയാസ്ഡ് ക്ലിപ്പറിൽ പഠിച്ചാണ്. അതിൻ്റെ കൂടെ വോൾട്ടേജ് സോഴ്സ് വെച്ച് കഴിഞ്ഞാൽ അത് +2 ആൻഡ് +4 ക്ലിപ്പ് ചെയ്യും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ലൈക്ക് ദിസ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് ആദ്യം വരയ്ക്കാം. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എവിടെ വെച്ചിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്? +2 വോൾട്ടേജിൽ ക്ലിപ്പ് ചെയ്യും. ഇതാണ് +2. ഓക്കെ, +2 വോൾട്ടേജിൽ ക്ലിപ്പ് ചെയ്യും. ദെൻ പിന്നെ +4 ക്ലിപ്പ് ചെയ്യുന്നത്. അപ്പോൾ +2 തൊട്ട് +4 വരെ ഉണ്ട്. ദെൻ ഇങ്ങനെ ഈ ഒരു രീതിയിലായിരിക്കും വേവ് ഫോം പോവുക. അപ്പോൾ ഇത് 2, ഇതെത്രയാണ്? 4 ആണ്. ഈ പീക്ക് എത്രയാണ്? 5 ആണ് പീക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് വേവ് ഫോം വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിതിൻ്റെ ട്രാൻസ്ഫർ ക്യാരിയും കൂടെ വരയ്ക്കണം. സോ ട്രാൻസ്ഫർ ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ഗ്രാഫാണ് ട്രാൻസ്ഫർ ക്യാര. സോ ദിസ് ഈസ് ഔട്ട്പുട്ട്, ദിസ് ഈസ് ഇൻപുട്ട്. ഓക്കെ, സോ ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള ട്രാൻസ്ഫർ ക്യാര. ഇൻപുട്ട് ഇത് 0, മാക്സിമം എത്രയാണ്? 5 മാക്സിമം. ദെൻ ഇത് 4 ആണ് എടുക്കുക. മിനിമം എത്രയാണ്? മിനിമം -5. മിനിമം -5. ഓക്കെ, ദെൻ ഇൻപുട്ട് -5 to 2 വരെ, -5 to 2 വരെ. സോ ദിസ് ഈസ് 2. ഞാനിവിടെ ഒരു 2 കൂടെ മാർക്ക് ചെയ്യാണ്. സോ -5 to 2 ആ ലെവലിലാകുമ്പോൾ ഔട്ട്പുട്ട് എവിടെ തന്നെ നിൽക്കുക? ഔട്ട്പുട്ട് വിൽ ബി അറ്റ് 2. ഔട്ട്പുട്ട് വിൽ ബി അറ്റ് 2. അപ്പോൾ ഈ ഒരു പോയിന്റ് വരെ ഔട്ട്പുട്ട് വിൽ ബി അറ്റ് 2. ഓക്കെ, ദെൻ 2 to 4 ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെയാണ്? 2 to 4 ഇൻപുട്ടും ഔട്ട്പുട്ടും ലീനിയർ ആയിട്ട് വേരി ചെയ്യാണ്. ദെൻ 4 to 5 എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് വിൽ അറ്റ് 4. അപ്പോൾ ഈ രീതിയിലായിരിക്കും ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരിക. അതായത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സിൽ എന്താണ്? -5 to 2. -5 to 2 എന്ന് പറയുമ്പോൾ അത് എവിടെ തന്നെ നിൽക്കും? 2-ൽ നിൽക്കും. അതാണ് ഈ ലെവലാണ് 2. ഇതാണ് 2-ൽ നിൽക്കും ഔട്ട്പുട്ട്. ഓക്കെ, ദെൻ 2 to 4 ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ 4 എത്തിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 4 തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ 4 വരുന്നത്. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സ്ലൈസർ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക, ദെൻ അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുക. അപ്പോൾ രണ്ടിനും കൂടെ ടോട്ടൽ 6 മാർക്കാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇത്രയാണ് മൊഡ്യൂൾ 1 എന്നുള്ള ക്വസ്റ്റ്യൻസ്. പാർട്ട് എ, പാർട്ട് ബി 2 സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 2-ലെ ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. സോ ടിൽ ദെൻ, താങ്ക് യു.